തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അമ്മ അഖിലയ്ക്കെതിരെ കൊലപാതക പ്രേരണാ കുറ്റം ചുമത്തി. കൊലപാതകത്തിൽ അമ്മയുടെ പങ്കിനെപ്പറ്റി വിശദമായ അന്വേഷണം നടക്കുകയാണിപ്പോൾ. പ്രതി അഷ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആദ്യ ഭാര്യയുടെ കുടുംബം ഉന്നയിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ പരാതിക്കാരുടെ വീടുകൾ സന്ദർശിച്ചു. ഒന്നര വയസ്സുകാരൻ നെടുമങ്ങാട് കൊല്ലപ്പെടുമ്പോൾ ആ കേസിലെ പ്രതിയായ രണ്ടാനച്ഛൻ അഷ്കറിന്റെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോഴാണ് നമ്മളുടെ കണ്ണുകളെല്ലാം ആമിനയിൽ ചെന്ന് അവസാനിക്കുന്നത്. പല ഭിത്തിയില് വെച്ചിടിക്കും, ചെവിട്ടില് അടിയും ഇടിയും, വയറ്റില് ചവിട്ടും, കൊച്ചിന് തറയിൽ കൂടെ ഇവര് രണ്ടുപേരെയും കൂടെ ചേർക്കണം. അഷ്കർ ആദ്യം വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ആമിന. ആ വിവാഹത്തിന് ശേഷം ക്രൂരമർദ്ദനങ്ങളാണ് ഏതാണ്ട് 1.5 വർഷത്തോളം കാലം ആ ജീവിതത്തിൽ ആമിന നേരിട്ടത്. അഷ്കറിന്റെ ഉമ്മ അതാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ എവന്റെ കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്നത്. എന്റെ കൊച്ചിനെ കൊല ചെയ്യപ്പോയിരുന്നു. മോള് 13 മാസമാണ് കോമയില്, 1-2 ദിവസമല്ല, 13 മാസം. ഇന്ന് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്ന് സ്വൈര്യമായി സ്വതന്ത്രമായി എഴുന്നേറ്റ് നടക്കാനോ കഴിയാത്ത നിലയിൽ ആ അനുഭവിച്ച ക്രൂരതകളും പേറി അതിന് ബാക്കി പത്രമായി ആമിന തുടരുകയാണ്. ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 പ്രാവശ്യം പരാതി കൊടുത്ത് എന്റെ കൊച്ചിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പല പരാതികൾ കൊടുത്തിട്ട് പോലും ഇവര് മൈൻഡ് ചെയ്തിട്ടില്ല. അർഷിദിന്റെ പിതാവ് മരണപ്പെട്ട അഖിലിന്റെ വീട്ടിലും ഒപ്പം അമ്മ അഖിലയുടെ വീട്ടിലും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് സന്ദർശനം നടത്തി. കുഞ്ഞിന് 2 കൈകളും പ്ലാസ്റ്റർ ഇട്ട ഘട്ടത്തിൽ കുഞ്ഞിന് എന്താണ് സംഭവിച്ചെന്ന ആശങ്കയിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയതാണ് അഖിലയുടെ അമ്മ. അമ്മ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് അഖില തന്നെയാണ് ഒരു മുഴം മുമ്പേ അമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. അഷ്കറിനെയും അഖിലയെയും സ്വൈര്യമായി ജീവിക്കാൻ അമ്മ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതിയുടെ ആധാരം. കൊലപാതക ദിവസം തമിഴ്നാട്ടിൽ നൃത്ത പരിപാടിയിലായിരുന്നു എന്നാണ് അഖില ആവർത്തിച്ചു പറയുന്നത്. ആ പരിപാടിയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അമ്മയ്ക്കും അഷ്കറിൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്തു പങ്കാണ് ആ 1.5 വയസ്സുകാരൻ്റെ ജീവൻ എടുത്തതിലുള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.